തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞയിലെ ചട്ടലംഘനം ആരോപിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ CPM. നാളെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് നീക്കം. കാവിലമ്മയുടെയും ബലിദാനികളുടെയും അയ്യപ്പന്റെയും പേരിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയ കോൺഗ്രസ് BJP കൗൺസിലർമാരായ 20 പേരെ മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കരുതെന്നാണ് ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM ജില്ലാ സെക്രട്ടറി V. ജോയിയും പാർലമെന്ററി പാർട്ടി നേതാവ് SP. ദീപകും പരാതി നൽകിയിട്ടുണ്ട്. BV. അരുണിന്റെ റിപ്പോർട്ട്. നിർവഹിക്കുമെന്ന് ശ്രീ പത്മനാഭനാമത്തിൽ സത്യപ്രതിജ്ഞ നിർവഹിക്കുമെന്ന് കാവിലമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്നും ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്വാമി ശരണമയ്യപ്പ. ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ വേണം സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിക്കേണ്ടത്. പക്ഷേ കൗൺസിലർമായി സത്യപ്രതിജ്ഞ ചെയ്ത 20 പേർ, അത് BJP 20 പേരും കോൺഗ്രസിലെ ചില കൗൺസിലർമാരും അതിനു പകരം മറ്റു പേരുകളിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്ന ആരോപണമാണ് ഉയർന്നു വന്നത്. ആരോപണം മാത്രമല്ല, അത് ആ രീതി സത്യപ്രതിജ്ഞ നടന്നിട്ടുമുണ്ട്. അതായത് ഗുരുദേവ നാമത്തിലും ഉദയന്നൂർ ദേവിയുടെ നാമത്തിലും കാവിലമ്മയുടെ നാമത്തിലും പത്മനാഭസ്വാമി സ്വാമിയുടെയും ഭാരതാംബയുടെയും ബലിദാനികളുടെയും ഒക്കെ പേരിൽ തിരുവല്ലം പരശുരാമന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിലറുണ്ട്. ആറ്റുകാലമ്മയുടെ പേരിലുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തെയും ക്ഷേത്രങ്ങളുടെയും അതുപോലെ അവിടുത്തെ ദൈവങ്ങളുടെയും ഒക്കെ പേരിൽ നടന്ന സത്യപ്രതിജ്ഞയുണ്ട്. നേതാക്കളുടെ പേരിൽ സത്യപ്രതിജ്ഞ നടന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞയുണ്ട്. ഇതെല്ലാം ചട്ടലംഘനമെന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില കോടതി വിധികളും ഇത്തരത്തിലുള്ള സത്യപ്രതിജ്ഞകൾ പാടില്ല എന്ന് വ്യക്തമാകുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ CPM തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ജില്ലാ കളക്ടറെയും സമീപിച്ചിരിക്കുന്നത്. ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തവരുടെ സത്യപ്രതിജ്ഞ റദ്ദ് ചെയ്യണമെന്നാണ് CPMന്റെ ആവശ്യം. അവർ വളരെ കൃത്യമായിട്ട് ഇതിനകത്തൊരു സ്പെസിഫൈഡ് ഫോർമാറ്റ് അതിനകത്ത് ഉണ്ട്. ആ ഫോർമാറ്റിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ നടത്തുന്നതൊന്നും നിയമപരമായി നിലനിൽക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് ഈ ഗൗരവമായിട്ടുള്ള നിയമലംഘനത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിലവിലുള്ള എല്ലാ ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് അവർ ഈ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. നാളെയാണ് മേയർ തെരഞ്ഞെടുപ്പ്. മേയർ തെരഞ്ഞെടുപ്പിൽ ഇവരെ പങ്കെടുപ്പിക്കരുതെന്ന ആവശ്യമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. നാളെ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനും CPM ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രാവിലെ 10:30 മേയർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോടതി ഇടപെടൽ ഉണ്ടാക്കാനാണ് ശ്രമം. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഈ 20 കൗൺസിലർമാർ, BJPയുടെ 20 പേരുണ്ട്, അതിന് പുറത്ത് 2 UDF കൗൺസിലർമാരുമുണ്ട്. ഇവർക്ക് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം കോടതി ഇടപെട്ടാൽ ഉണ്ടാകും. അത്തരമൊരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. എന്നാൽ ഇതിനോട് കാര്യമായ ഒരു പ്രതികരണത്തിന് കോൺഗ്രസ് BJP നേതൃത്വങ്ങൾ തയ്യാറായിട്ടില്ല. കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടും നിർണായകമാകും. ഏതായാലും വളരെ ശക്തമായ ഒരു മത്സരം നാളെ നഗരസഭാ മേയർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. CPMും കോൺഗ്രസും അവർക്ക് വിജയിക്കാൻ ആവശ്യമായ വോട്ടുകളില്ലെങ്കിലും മത്സര രംഗത്തുണ്ട്. പ്രധാനപ്പെട്ട RP ശിവജി CPMന് വേണ്ടിയും K. ശബരിനാഥൻ കോൺഗ്രസിന് വേണ്ടിയും മത്സരിക്കുന്നുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയും വൈകാതെ പ്രഖ്യാപിക്കും. അതിനിടയിലാണ് ഇത്തരമൊരു കുരുക്ക് ഈ BJP കൗൺസിലർമാർക്ക് BJPയുടെ നേതൃത്വത്തിന് ഉണ്ടാകുന്നത്.